എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം പറയാം. ആദ്യം തന്നെ hscap വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം കാൻഡിഡേറ്റ് ലോഗിൻ SWS കാണാം, അത് മെറിറ്റ് കോട്ടയുടേതാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് ലിങ്കുകൾ കാണാം, കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാം. അപ്പോൾ നിങ്ങൾ ഏതിലൊക്കെയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആ ഒരു ലിങ്കുകളൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു SWSൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലുമാണ് ഞാൻ അപേക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ ഞാൻ ജസ്റ്റ് ആദ്യം SWSൻ്റെ ലിങ്ക് നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുത്ത് എൻ്റെ അലോട്ട്മെൻറ്റ് പരിശോധിക്കും. അതുപോലെ പിന്നീട് അത് നോക്കിയ ശേഷം അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനിവിടെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ രണ്ടാമതായിട്ട് വീണ്ടും ആ ഒരു ലോഗിൻ ചെയ്ത് ഞാൻ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്നിലധികം അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു 2 അല്ലെങ്കിൽ 3 അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിങ്കുകളിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. കാരണം അഥവാ നിങ്ങൾക്കിപ്പോൾ ഒന്നിലധികം സ്കൂളുകളിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്, അതായത് ഒന്നിലധികം വിഭാഗങ്ങളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സമയത്ത് ഒന്നിൽ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് മറ്റേ ആ ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ആ ഒരു ലിങ്കുകൾ വഴിയും പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ചില വിദ്യാർത്ഥികൾ SWSൽ മാത്രമാണ് അപേക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അത് മാത്രം നോക്കിയാൽ മതി. അതേസമയം MRSലും അതുപോലെ സ്പോർട്സിലും അപേക്ഷിച്ചിട്ടുണ്ട്, ഈ ഒരു SWS അപേക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിങ്കുകൾ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ നോക്കാം. ഞാൻ ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ MRS ആയാലും അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയുടേതായാലും പരിശോധിക്കേണ്ടത്. അപ്പോൾ സെയിം രീതി തന്നെയാണ് എല്ലാത്തിലും ലോഗിൻ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ ഇതിൻ്റേത് നോക്കും, അതിനുശേഷം മാത്രം സ്പോർട്സ് കോട്ടയുടേത് നോക്കും. ഇതിൽ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ സ്പോർട്സ് കോട്ടയുടേത് ഞാൻ പരിശോധിക്കും. ആ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടേത് കൂടി ഏതിലൊക്കെയാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്, അത് ഒന്നിലധികം വിഭാഗങ്ങൾ വഴി ഒന്നിലധികം ലിങ്കുകൾ വഴി നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ ആ ഒരു കോട്ടയുടെയും റിസൾട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാണ്ട്, അതുപോലെ പാസ്വേഡ് കൊടുക്കാണ്ട്, അതുപോലെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ, അതുപോലെ തന്നെ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ, അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു തേർഡ് അലോട്ട് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് തേർഡ് അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക്സ് എന്നുള്ള ഭാഗത്തുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാനുള്ള പേജാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേജിലേക്ക് പോവുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്, അതായത് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ പേജിൽ കണ്ടൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതായത് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.
അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതും നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ, അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പോയിട്ട് എവിടെയാണോ ഓപ്ഷൻ കിട്ടിയത് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നോ ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിലവിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉള്ളത്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ എടുത്തതാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ എടുത്തതാണോ എവിടെയാണോ നിങ്ങളുടെ അഡ്മിഷൻ ലാസ്റ്റ് ഉള്ളത്, അത് നിങ്ങൾ എവിടെയാണോ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ളത് അവിടെ പോയിട്ട് ഫീസ് അടച്ച് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അല്ല തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടാകും. അതായത് ആദ്യം നിങ്ങൾ ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റോ അഡ്മിഷൻ നേടിയിട്ട് ഹയർ ഓപ്ഷൻ വെച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അതായത് അവിടെ തന്നെ നിലനിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള സ്കൂളിൽ എത്ര രൂപയാണോ അഡ്മിഷൻ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ ഓൾറെഡി പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ കോഴ്സ് ഫീസിൻ്റെ എക്സ്ട്രാ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് അടച്ചാൽ മതിയാകും. സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി പോയിട്ട് ഫീസ് എന്തെങ്കിലും അടക്കാനുണ്ടെങ്കിൽ അത് അടച്ചാൽ മതിയാകും. ഇനി അതേസമയം നിങ്ങൾക്ക് ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി പോയിട്ട് നിങ്ങൾക്ക് ഒരു ഫീസ് അടച്ച് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾ കിട്ടിയത്, അതായത് ഇപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അഡ്മിഷൻ നേടി ആ ഒരു സ്കൂളിൽ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് പോവുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങിക്കുക. അതുപോലെ തന്നെ എന്നിട്ട് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങൾ ഫീസ് അടച്ച് ഡോക്യുമെൻറ്റ്സ് നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല, പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇല്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. ഇനി അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് SSLC സർട്ടിഫിക്കറ്റ്, അത് ഒറിജിനൽ ഇല്ല എങ്കിൽ അതിൻ്റെ കോപ്പി മതിയാകും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, ക്ലബ് സർട്ടിഫിക്കറ്റ്. ഇതുപോലെ നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് ആ ഒരു സർട്ടിഫിക്കറ്റുകളാണ് ടൈ ബ്രേക്കുകൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു EWS റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് തെളിയിക്കുന്നതിനായിട്ട് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് ചില സ്കൂളിൽ നിന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. അതുപോലെ തന്നെ ചില സ്കൂളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് അതില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി എടുക്കുക, റേഷൻ കാർഡും അതിൻ്റെ കോപ്പിയും എടുക്കുക. സ്കൂളിൽ കോപ്പിയെ കൊടുക്കാവൂ, ഒറിജിനലൊന്നും കൊണ്ടുപോയിട്ട് കൊടുക്കരുത്, റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ കൊടുക്കാവൂ. അതുപോലെ തന്നെ നിങ്ങൾ ഫീസ് കൂടി എടുക്കണം, നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫീസ് വരുന്നത് ആ ഒരു ഫീസ് എടുക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിവിധ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൂടി വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.